ഞാൻ ഇതിനു മുമ്പത്തെ ഒരു വീഡിയോയിൽ ഇതുപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സി എസ് കെ ആരാധകരുടെ കാര്യമാണ് കൂടുതലും. ഞാൻ എൻ്റെ കുറച്ച് ഷോർട്സും ഇറക്കിയിട്ടുണ്ടായിരുന്നു, അല്ലാണ്ട് തന്നെ ഞാൻ എൻ്റെ ഫുൾ വീഡിയോയും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സി എസ് കെ ഫാൻസ് ഈ ബാക്കിയുള്ള ധോനി അല്ലാണ്ട് വേറൊരാളെയും എന്താ പറയുന്നത്, ഒരു വാല്യൂ കൊടുക്കാത്ത രീതിയിലുള്ളൊരു പ്രവണത നമ്മൾ കണ്ടുവരുന്നത് കഴിഞ്ഞ കുറേ മത്സരങ്ങളായിട്ടും കഴിഞ്ഞ കുറേ സീസണുകളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ സീസണിലായപ്പോഴത്തേനും അത് നല്ല രീതിയിൽ വർദ്ധിച്ചു എന്ന് പറയേണ്ടി തന്നെ വരും. കാരണം നമുക്കറിയാം, ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാരണം മറ്റുള്ളവർക്ക് യാതൊരുവിധ വിലയും, അവിടെ വേറെ ഒരു 10 പേര് വേറെ ബാക്കി കളിക്കുന്നുണ്ടെന്നുള്ളൊരു യാതൊരുവിധ വിലയും ഈ സി എസ് കെ ഫാൻസ് ആയിക്കോട്ടെ, ഫാൻസ് എന്ന് പറയുമ്പോൾ ധോനി ഫാൻസ് ആണ്. നമുക്കറിയാം, നമുക്ക് ഒത്തിരി ഫാൻസുകളുണ്ട്. വിരാട് കോഹ്ലിയുടെ ഫാൻസ് ഉണ്ട്, സച്ചിൻ ടെണ്ടുൽക്കറിന്റെ ഫാൻസ് ഉണ്ട്, രോഹിത് ശർമ്മയുടെ ഫാൻസ് ഉണ്ട്, അതുപോലെ തന്നെ എല്ലാവർക്കും ഉണ്ട്. സഞ്ജു സാംസന്റെ ഫാൻസ് ഉണ്ട്, അല്ലെങ്കിൽ പണ്ടത്തെ താരങ്ങളൊക്കെ ആയിട്ടുള്ള നമ്മുടെ സേവാഗന്, അതുപോലെ തന്നെ ഗൗതം ഗംഭീർ, അങ്ങനെയുള്ള ഒത്തിരി ആരുടെ പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക, അങ്ങനെ ഒത്തിരി പേർക്ക് ഫാൻസ് ഉണ്ട്. പക്ഷേ ഇത്രയും ടോക്സിക് ആയിട്ടുള്ള ഒരു ഫാൻസിനെ വേറെ ഇത്രയും ഒരു പന്ന ഫാൻസ് ശരിക്കും പറഞ്ഞുള്ള ധോനിയുടെ ഫാൻസിനെയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താ പറയുക, അതിൻ്റെ ഒരു തലക്കനം ശരിക്കും പറഞ്ഞാൽ ധോനിക്കും കൂടെ വന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. കാരണം അതൊരു സംശയമുള്ളൊരു കാര്യം തന്നെയാണ്. നമുക്ക് ഒരിക്കലും പ്രതീക്ഷയില്ല നമ്മൾ ഇപ്പം ധോനി ആ ഒരു ഫാൻസിൻ്റെ അനുസരിച്ചിട്ട് മാസ് കാണിക്കാനും എടുക്കുകയൊക്കെ ചെയ്യാനുള്ള ശ്രമം അങ്ങനെ ഒരിക്കലും ഇന്റൻഷനലി കാണിക്കില്ല എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടായിരുന്നു. പക്ഷേ ഈ സീസണിലോട്ട് വന്നപ്പോഴത്തേനും ധോനിയും അത് വലിയൊരു തലക്കനമായിട്ട് കണ്ടിട്ട്, എന്നെ കാണാനാണ് ഇവിടെ ആൾക്കാർ വന്നിരിക്കുന്നത് എന്നുള്ള ഒരു സംഭവം മറ്റുള്ളവരുടെ അതായത് കൂടുള്ള പ്ലേയേഴ്സിന്റെ മുമ്പിൽ ആൾ കളിക്കാനാണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള ടീമുകളുടെ മുമ്പിൽ ആൾ കളിക്കാനാണെങ്കിലും ഒക്കെ കൂടിയും തൻ്റെ ഒരു തലക്കനം, ആ ഒരു അഹങ്കാരം എല്ലാം ധോനിക്ക് എത്തിയിട്ടുണ്ടെന്നുള്ളൊരു കാര്യം വിളിച്ചു കാണിക്കുന്ന ഒരു മത്സരം തന്നെയായിരുന്നു. ഈ സീസണിലുടനീളം നമുക്കത് കാണാൻ കഴിഞ്ഞു. പക്ഷേ ഈ കഴിഞ്ഞ നമ്മുടെ പഞ്ചാബായിട്ടുള്ള മത്സരത്തിൽ അത് നമ്മൾ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റിയ കുറേ കാര്യങ്ങൾ അതിനകത്തുണ്ടായിരുന്നു. അപ്പം ശരിക്കും പറഞ്ഞാൽ ആ ഒരു പ്രവണത തീർച്ചയായിട്ടും നല്ലതല്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അത് സി എസ് കെ ആരാധകരുടെ കുഴപ്പമാണ് എന്ന് നമ്മൾ പലപ്പോഴും പറയുന്നുണ്ടെങ്കിൽ ധോനി അതിന് വളം വെച്ച് കൊടുക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. ഭയങ്കരമായിട്ടുള്ള താൻ വലിയ മാസാണ് കാര്യങ്ങളാണെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങൾ ധോനി ചെയ്യുന്നുണ്ട്. അവസാനം ഒരു ബോളിൽ കളിക്കാൻ വരിക, അതായത് ടീം ഒരു തകർച്ച നേരിടുമ്പോൾ ആ ഒരു പ്രൊമോട്ട് ചെയ്ത് കളിക്കാൻ വരാതെ ബാക്കിയുള്ളവരെയൊക്കെ കയറ്റിവിടുന്ന അദ്ദേഹം അവസാനം ഒരു ബോളുള്ളപ്പോൾ അതിനു വേണ്ടിയിട്ട് ആരാധകരെ സന്തോഷിപ്പിക്കാൻ എന്നെ കണ്ടു കഴിഞ്ഞാൽ തന്നെ അവർ ഇതൊക്കെ വെച്ചിട്ട് ഒരാൾക്ക് എങ്ങനെ അവരൊക്കെ എന്നെ കാണാനാണ്, അപ്പം ഞാനൊന്ന് അങ്ങോട്ടൊന്ന് ഇറങ്ങിയേക്കാം എന്നുള്ള മത്സരശേഷം എല്ലാവരും ഇപ്പം അങ്ങനെ ഇറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ മത്സരശേഷം ഇപ്പം ചെന്നൈ ഇവിടാണ് നടക്കുന്നത്, ഹോം ഗ്രൗണ്ടിലാണ് നടക്കുന്നത്, മത്സരശേഷം കളി ജയിച്ചോ തോറ്റോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ, ആരാധകർ തന്നെ കാണാൻ വരികയാണെങ്കിൽ മത്സരശേഷം ധോനി ഒന്ന് ഗ്രൗണ്ടിലോട്ട് ഇറങ്ങി എല്ലാവരും ഒന്ന് കൈ കാണിച്ച് ഒരു റൗണ്ട് നടക്കുമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല, അതിനകത്ത് അവർക്ക് സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷെ അത് ഈ മത്സരത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ള കാര്യം വരുമ്പോഴത്തേനും വളരെ ബോറിംഗ് ആയിട്ട് തന്നെ തോന്നുന്നുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം ഇങ്ങനെ ആകരുത്, ഒരു പ്ലെയർ ആണെങ്കിലും ആരാധകരാണെങ്കിലും അത് ഇങ്ങനെ ആകരുത് എന്നുള്ളത് തന്നെയാണ്. ഈ കഴിഞ്ഞ മത്സരത്തോട്ട് വരുമ്പം ഞാൻ കഴിഞ്ഞ മത്സരത്തിൽ പറഞ്ഞൊരു കാര്യമാണ്, മറ്റുള്ളവർക്ക് ഒരു വിലയും കൊടുക്കാത്ത, ടീമിലുള്ള മറ്റുള്ളവർക്ക് ഒരു വിലയും കൊടുക്കാത്ത ഒരു പ്രവണത തന്നെയാണ് ഈ ഫാൻസും കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പം നിലവിൽ ധോനിയും കാണിച്ചു വരുന്നത് അത് തന്നെയാണ്. തനിക്ക് മാസ് കാണിക്കാൻ മറ്റുള്ളവരെ ഇരയാക്കുന്ന ഒരു സിറ്റുവേഷൻ തന്നെയാണ്. മറ്റുള്ള പ്ലെയേഴ്സിന് ഇപ്പോൾ ഓസ്ട്രേലിയൻ പ്ലെയർ ആവട്ടെ, ന്യൂസിലൻഡ് പ്ലെയർ ആയിക്കോട്ടെ, ശ്രീലങ്കൻ ഏത് രാജ്യത്തിലെ പ്ലെയർ ആയിക്കോട്ടെ, അവരെയൊക്കെ വിളിച്ചു വരുത്തുന്നത് തനിക്ക് മാസ് കാണിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ള രീതിയിലാണ് ധോനി ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വളരെ വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഒരു വിലയും മറ്റുള്ളവർക്ക് കൊടുക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. നമുക്കറിയാം, കഴിഞ്ഞൊരു മത്സരത്തിൽ ഗെയ്ക്വാദ്, ഇപ്പോഴത്തെ സി എസ് കെയുടെ ക്യാപ്റ്റനാണ് ഋതുരാജ് ഗെയ്ക്വാദ്, അദ്ദേഹം 54 ബോളിൽ 98 റൺസ് എടുത്തിട്ട് സെഞ്ചുറി മിസ്സായിട്ട് തിരിച്ച് മടങ്ങി വരുന്നൊരു ഇതുണ്ട്. ആ സമയത്ത് അടുത്ത് കയറുന്നത് ധോനിയാണ്. അപ്പം ധോനിക്ക് വേണ്ടി മുറവിളി കൂട്ടുന്നു. അതായത് ഒരു മനുഷ്യൻ, ആ ടീമിന്റെ ക്യാപ്റ്റൻ അവിടെ 54 ബോളിൽ അല്ലെങ്കിൽ 98 എന്നുള്ള നല്ല മികച്ചൊരു ഇന്നിങ്സ് കളിച്ചിട്ട് സെഞ്ചുറി നഷ്ടമാകുമ്പോൾ നമ്മൾ സാധാരണ ക്രിക്കറ്റിനെ സ്നേഹിക്കുന്നവരൊക്കെ നമ്മളെല്ലാവരും ഓരോ ടീമിനെയും ഓരോ ആളുകളെയും ഓരോ താരത്തെ നമ്മൾ ആരാധിക്കുന്നതാണ്, നമ്മൾ അവരുടെയൊക്കെ ഫാനാണ്. അപ്പൊ നമ്മൾ എതിർ സൈഡിലുള്ള ഒരു ടീമിന്റെ ഒരാൾ ആരെങ്കിലും ഇതുപോലെ 90 അടിച്ച് 98 അടിച്ച് അല്ലെങ്കിൽ ആ ഒരു നിലയിൽ നമ്മൾ ഔട്ടാകുമ്പോൾ നമുക്ക് പോലും ഉള്ളൊരു വിഷമം തോന്നും, അദ്ദേഹം സെഞ്ചുറി അടിക്കേണ്ടതായിരുന്നു എന്നുള്ളൊരു വിഷമം. പക്ഷെ ഇവിടെ അദ്ദേഹത്തെ ഒന്ന് അപ്രിഷിയേറ്റ് ചെയ്യുന്നതിന് പകരം ധോനിയെ വരവേൽക്കാനുള്ള ഇതിലാണ് അവിടുത്തെ സി എസ് കെ ഫാൻസ്.
നിന്നിരുന്നത്. അപ്പോൾ ആ ഒരു സ്ഥലത്ത് അത് അത്രത്തോളം മോശപ്പെട്ടൊരു കാര്യം തന്നെയാണെന്നുള്ളതാണ്. കാരണം എന്താ പറയുക, സ്വന്തം ഹോം ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ സ്വന്തം ടീമിൻ്റെ ആരാധകർ തന്നെ ക്യാപ്റ്റനെ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഊക്കി വിടുന്ന ഒരു പ്രവണത തന്നെയാണ് ഈ CSK ആരാധകർ കാണിക്കുന്നത്. അതിന് വളം വെച്ച് കൊടുക്കാൻ ധോനി എന്നുള്ളൊരു ആളും ഈ സീസണിൽ വളരെ ഇതായിട്ട് നമുക്കത് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ നമുക്കറിയാം മിച്ചലിൽ ആ ഒരു ധോനി 2 ഓവറിലേക്ക് 2 ഓവർ 17.5 ഓവർ ആയപ്പോഴത്തേനുമാണ് ധോനി ക്രീസിലോട്ട് എത്തുന്നത്. ബാക്കി ശേഷിച്ച് റൗണ്ട് ചെയ്തുള്ള 2 ഓവർ ധോനിക്ക് കളിക്കാൻ കാണും. ഈ 2 ഓവറിൽ ആദ്യത്തെ 19ാമത്തെ ഓവർ സാം കറൻ ബ്രില്യൻ്റ് ആയിട്ട് അവിടെ ഒരു മൂവ് നടത്തി രാഹുൽ ചഹാറിനെ ഓവറിന് കൊണ്ടുവന്നു. ധോനി അത്ര സ്പിന്നിൽ അത്രയും എക്സ്പേർട്ട് അല്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അത് വീണ്ടും കാണിക്കുക തന്നെ ചെയ്തു. കാരണം ഒന്നാമത് അത്ര റണ്ണ് കുറവായിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ, ആ സിറ്റുവേഷനിൽ കുറച്ചുകൂടെ റണ്ണ് കണ്ടെത്താനുള്ള ശ്രമമാണ് ധോനി കാണിക്കേണ്ടത്. ഇപ്പോൾ നമുക്കറിയാം അത്രയും റണ്ണ് കുറവാണ്. ആ ഒരു സിറ്റുവേഷനിൽ വേറെ ഏതൊരു താരമാണല്ലോ അവിടെ സ്പിന്നേഴ്സിനെ എടുത്തു വെച്ച് അലക്കുന്ന, പക്ഷേ തനിക്ക് അവിടെ ഔട്ടാകുമോ എന്നുള്ള പേടി, അല്ലെങ്കിൽ ഇത്ര ആരാധകരുണ്ട്, ഞാൻ ഈ സ്പിന്നിൻ്റെ മുന്നിൽ ഔട്ടായി കഴിഞ്ഞാൽ നാണക്കേടാണല്ലോ എന്നുള്ളൊരു ഭാവം, താനെന്നുള്ളൊരു ഭാവം, ആ ഒരു സംഭവം മെൻറ്റാലിറ്റി അകത്തുള്ളത് കൊണ്ടല്ലേ അങ്ങനെ അവിടെ വീശാനായിട്ട് അദ്ദേഹത്തിന്, അതായത് മൊയിൻ അലി അവിടെ അടിക്കാനായിട്ട് മാക്സിമം ട്രൈ ചെയ്തു. പക്ഷെ അദ്ദേഹത്തിൻ്റെ വിക്കറ്റ് നഷ്ടപ്പെട്ടു. അപ്പം ധോനി എന്തുകൊണ്ട് അവിടെ സ്പിന്നിൽ കളിച്ചില്ല അല്ലെങ്കിൽ അടിക്കാൻ ശ്രമിച്ചില്ല? കാരണം ഭയം. ഞാൻ ഇവൻ്റെയൊക്കെ ബോളിൽ ഔട്ടായി പോയി കഴിഞ്ഞാൽ എൻ്റെ ആരാധകർ വന്നിരിക്കുന്നു, അപ്പം ഞാൻ നാണം കിടത്തില്ലയോ, അതുകൊണ്ട് റണ്ണില്ലേലും കുഴപ്പമില്ല, ഈ ഓവർ എങ്ങനെയല്ലോ അങ്ങ് തള്ളി നീക്കാമെന്നുള്ളൊരു ധാരണ. അടുത്ത ഓവർ പേസ് ആണല്ലോ, ഞാൻ നിൽക്കുമ്പോൾ എന്തായാലും ആ മറ്റുള്ളവർ വന്ന്, കാരണം എനിക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ ഇത്ര ജനങ്ങൾ വന്ന് നിൽക്കുന്നത്, അപ്പോൾ ആ ജനങ്ങളുടെ ഭാഗം മൂടിക്കെട്ടാനെങ്കിലും എനിക്കെതിരെ എറിയുന്നവർ ഇവനെ ധോനിയെ അടുപ്പിക്കരുത് എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലായിരിക്കും വരുന്നത്. അപ്പോൾ ബോളിൻ്റെ ലെങ്തുകൾ അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ പിച്ച് ചെയ്യാനുള്ള സാധ്യത ഇല്ല, അതെനിക്ക് മുതലെടുക്കാം. അങ്ങനെ കൊച്ചു പിള്ളേരെയൊക്കെ അടിക്കുന്ന രീതിയാണ്, പ്രവണതയാണ് നമ്മൾ ധോനിയുടെ കണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അർഷദീപ് സിംഗ് ആണ് ഇപ്രാവശ്യം ലാസ്റ്റ് എറിയാൻ വന്നത്. അപ്പോൾ നമുക്കറിയാം ഇപ്പം ഓഫ് സൈഡിലെ ആൾക്കാരെ നീക്കി ബൗണ്ടറിയിൽ അറ്റത്തോട്ട് നിർത്തിയിട്ട് ഓഫ് സൈഡിലായിട്ട് വൈഡായിട്ട് യോർക്കർ എറിയുക എന്നുള്ളൊരു ലക്ഷ്യമാണ് ഹർഷദീപ് സിംഗ് നടത്തിക്കൊണ്ടിരുന്നത്. അല്ലെങ്കിൽ ടീമിൻ്റെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നത്. അതിലെ ആദ്യത്തെ 2 ബോൾ വൈഡൊക്കെ പോയി, 4 പോയി. അപ്പോഴത്തേനും എന്താ പറയുക, ധോനിക്ക് ഇപ്പോൾ ധോനി ആ ഒരു വൈഡ് യോർക്കറാണ് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അവിടെ ഹർഷദീപ് സിംഗ് ഒരു ബൗൺസർ എറിഞ്ഞു. അപ്പോൾ ധോനി പെട്ടെന്ന് പ്രെഡിക്റ്റ് ചെയ്തില്ല ഇത് ബൗൺസർ വരുമെന്നുള്ളൊരു പ്രെഡിക്റ്റ് ചെയ്തില്ല. അപ്പം തലയുടെ മണ്ടയ്ക്കൂടെ പോയി അമ്പയർ അത് മീൻസ് വൈഡ് കൊടുത്തില്ല. ചെന്നൈക്ക് അവിടെ റിവ്യൂ അവൈലബിൾ അല്ല, 2 റിവ്യൂ ഉള്ളത് 2ഉം കളഞ്ഞിരുന്നു. അപ്പോൾ കഴിഞ്ഞ ഓവറിലും സ്പിൻ ഓവറിലും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഈ ഓവറിൽ എനിക്ക് ഒന്നും അടിക്കാൻ കിട്ടുന്നില്ലല്ലോ എന്നുള്ള രീതിയിൽ ഒരു 2-3 ഡോട്ട് ബോളൊക്കെ ധോനിയുടെ ഭാഗത്തു നിന്നുണ്ടായി. അപ്പോഴത്തേനും ഈ ഒരു ബൗൺസറോടെ വന്നപ്പോഴത്തേനും അമ്പയർ വൈഡും കൊടുത്തില്ല, റിവ്യൂ ഇല്ല. അപ്പോഴത്തേനും എല്ലാം കൂടി ധോനിക്ക് അങ്ങ് ഫ്രസ്ട്രേഷനായിട്ട് ഇങ്ങനെ അമ്പയറിൻ്റെ അടുത്ത് കാണിക്കുവാണ് ഇത് വൈഡല്ലേ, അതുകൊണ്ട് അവിടെ നിൽക്കുന്ന മിച്ചലിനെ വിളിച്ച് പറയുന്നത് ഇത് വൈഡല്ലോ, അത് ഇങ്ങനെ തലയുടെ മണ്ടക്കൂടെ പോകുന്നില്ല, ഇവരെന്താ കൊടുക്കാത്തേ, എടാ അടിച്ചെടുക്ക്. എന്തിനാണ് ഈ കിടന്ന് വെപ്രാളം? തൻ്റെ ആരാധകരുടെ മുമ്പിൽ ഒന്നും കാണിക്കാതെ പോകുമ്പം എനിക്ക് ഈഗോ പ്രശ്നം ഉണ്ടാകുന്നുണ്ടോ ധോനിക്ക്? അല്ലെങ്കിൽ അറിയാൻ വേണ്ടിയിട്ട് ചോദിക്കുകയാണ്. ആ മിച്ചില്ല അവിടെ എന്നിട്ടും കയറുന്നില്ല. അവിടുന്ന് ഒരു 6 ധോനി അടിച്ചു എന്നുള്ള നേരെ തന്നെയാണ്. അവിടുന്ന് കവറിലോട്ടൊരു ഷോട്ട് ഇതുപോലെ അടിച്ചു, പക്ഷെ അത് പോയില്ല. ധോനിക്ക് അവിടെ നോക്കിയാൽ കാണാം അവിടെ ഫീൽഡറിൻ്റെ കൈ ചെല്ലാതെ എങ്ങും പോകത്തില്ല, ഫീൽഡറിൻ്റെ കൈ ചെല്ലും എന്നുള്ളൊരു കാര്യം നേരത്തെ തന്നെ അറിയാം. ഒന്നെങ്കിൽ അദ്ദേഹത്തിന് സ്ട്രൈക്ക് വേണമെങ്കിൽ റണ്ണില്ലാത്തൊരു സിറ്റുവേഷനിൽ ആൾക്കാർ എന്താ ചെയ്യുക, മാക്സിമം വേഗത്തിൽ ഓടി 2 എടുക്കുക എന്നുള്ളൊരു ഇതാണ് ചെയ്യേണ്ടത്. അവിടെ മിച്ചല് അതേ സിറ്റുവേഷനാണ്. ഇപ്പോൾ ധോനി അവിടുത്തെ മാതിരി ഇങ്ങനെ നോക്കി നിൽക്കുക, ബോൾ അടിച്ചിട്ട് ധോനി അവിടെ ക്രീസ് തന്നെ ഇങ്ങനെ അങ്ങ് നിൽക്കുക. എന്നിട്ട് മിച്ചൽ അവിടെ നിന്ന് ഇപ്പുറത്ത് വന്ന് അവനോട് പറയാം നീ തിരിച്ചു പൊക്കാളാണെന്ന്. എന്തോ മനുഷ്യനാണ് ഇവൻ്റെയൊക്കെ മാസ് കാണിക്കാൻ ഇവനൊക്കെ നിന്ന് അവിടെ അടിക്കാൻ വേണ്ടിയിട്ടാണോ മറ്റുള്ള പ്ലേയേഴ്സിനെ ഒരു ഇതും ഇല്ലാണ്ട് അവനെ അവിടെ കിടന്ന് ഓടിക്കാൻ വേണ്ടിയിട്ട്? എന്താണ് ധോണിയുടെ മനസ്സിൽ? ഞാൻ 2-3 ബോൾ ഡോട്ടാക്കി, എനിക്ക് എൻ്റെ ആരാധകരുടെ മുമ്പിൽ എൻ്റെ പേര് എനിക്ക് കാക്കണം, അതുകൊണ്ട് ഞാൻ ഇത്ര ബോൾ കളഞ്ഞാലും കുഴപ്പമില്ല, അടുത്ത ബോൾ ഞാൻ ഒരു 6 എങ്കിലും അടിച്ചിട്ടേ പോകത്തുള്ളൂ എന്ന് പറഞ്ഞ് അവനെ മിച്ചൽ എന്താ ബാറ്റിംഗ് അറിയാത്തവനാണോ? ഒരു ബോളറാണ് അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്നെങ്കിൽ സ്ട്രൈക്ക് എടുക്കുന്നത് വേണ്ട, നിങ്ങൾ എടുക്കണ്ട എന്നുള്ളൊരു സംഭവം നമുക്ക് മനസ്സിലാകും. പക്ഷെ മിച്ചൽ എന്ന് പറയുന്നത് കഴിഞ്ഞ മത്സരത്തിൽ നല്ല രീതിക്ക് ചെന്നൈക്ക് വേണ്ടി കളിച്ച ഒരാളാണ്. അപ്പം അദ്ദേഹമാണ് അവിടെ നിൽക്കുന്നത്. അദ്ദേഹം കളിക്കത്തില്ലയോ? ഇത്രയും ധോനി കഴിഞ്ഞ സ്പിൻ ഓവറിലും അദ്ദേഹമാണ് ഫസ്റ്റ് ബോൾ സ്ട്രൈക്ക് നിൽക്കുന്നത്. ഇടയ്ക്ക് സിംഗിൾ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയെങ്കിലും ധോനി തന്നെയാണ് സ്ട്രൈക്ക് ചെയ്യുന്നത് ഏറ്റവും കൂടുതലും. ആ ഓവറും കൊണ്ട് കളഞ്ഞു. അതിനുശേഷം ഇവിടെയും 3-4 ബോൾ ഡോട്ടാക്കി. അതിനുശേഷവും ഒരു 2-ഓ സിംഗിളോ എടുക്കേണ്ട ഒരു സ്ഥലത്ത് അതുപോലും ഓടാൻ നിൽക്കുന്നില്ല. മിച്ചൽ വന്ന് ഓടി
എന്ത് മനുഷ്യനാണ് ഈ ധോനി എന്ന് പറയുന്നത്. നിങ്ങളൊക്കെ ഇങ്ങനെ ഇതിനെ സപ്പോർട്ട് ചെയ്യരുത്, വല്ല മാസാണ് കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യരുത്. നിങ്ങൾക്ക് അത്രയ്ക്ക് ഒരു കോമൺ സെൻസ് ഇല്ലേ? അവിടെ റണ്ണില്ലാത്തടുത്തപ്പം ധോണിക്ക് സ്ട്രൈക്ക് വേണമെങ്കിൽ അങ്ങ് സ്ട്രൈക്ക് ആയിക്കോട്ടെ, 2-ന് അപ്രോച്ച് ചെയ്യ്, ഓട്. അല്ലെങ്കിൽ ആദ്യം തന്നെ അവനെ അങ്ങ് നിർത്ത്, ഓടണ്ടെന്ന് പറഞ്ഞ് ആദ്യം തന്നെ പറ. ഒരുത്തൻ ഇവിടെ വന്നിട്ടല്ല പറയേണ്ടത് ധോനി അത് പോയതുമില്ല, എനിക്ക് അടുത്ത ബോൾ ചെയ്യണം, നീ പൊക്കോ ഞാൻ അടുത്ത ബോൾ കളി. എന്തുവാണ് ധോനി ഉദ്ദേശിക്കുന്നത്? അവിടെ 10, 200, 250 റണ്ണൊന്നും ഇല്ല. അവിടെ വളരെ റണ്ണ് കുറവാണ്. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഇതാണോ കാണിക്കേണ്ടത്? അപ്പൊ ധോനിയുടെ വിചാരം എന്താ? മറ്റുള്ള ഒരുത്തനെ കൊണ്ടുവന്നിട്ട് അവനെ ഇട്ട് ഓടിക്കുക. ഞാൻ പറയുന്നവരോട് കാര്യം കേട്ടാൽ മതി, ഞാനാണ് ഇവിടെ അധികാരി, അല്ല ഞാനാണ് ഇവിടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്, എന്നെ കാണാൻ വേണ്ടിയിട്ടാണ് ഇത്ര ആരാധകർ വന്നത്, അതുകൊണ്ട് എനിക്ക് അവർക്ക് എന്തെങ്കിലും കൊടുക്കണം. ഇതെന്ത് മൈൻഡിൽ നിന്ന് വരുന്നതാണ്? ഇതൊന്നും തീരെ ശരിയായിട്ടുള്ള ഒരു കാര്യമേ അല്ല. തിരിച്ചു ബാറ്റിങ്ങിലോട്ട് വന്നപ്പോഴത്തേനും പഞ്ചാബ് ജയിക്കാറായ സമയത്ത് സാംകറൺ ക്രീസിൽ നിൽക്കുകയാണ്. അവിടെ ഒരു മുസ്തഫിസർ വന്നിട്ട് കുറെ വൈഡുകൾ എറിയാണ്. കുറെ വൈഡ് എന്നിട്ട് ഒരു വൈഡ് ഓഫ് സ്റ്റമ്പിന്റെ വെളിയിൽ പോയി വൈഡ്, അതാണെങ്കിൽ അമ്പയർ വൈഡ് കൊടുത്തു. അപ്പൊ ധോനി ഭയങ്കര ഇതായിട്ട് അത് റിവ്യൂ എടുക്കാനായിട്ട് ആവശ്യപ്പെടുന്നു. റിവ്യൂ തിരിച്ചെടുത്തപ്പോഴത്തേനും അത് വൈഡ് ബോൾ തന്നെയാണ്. അപ്പം ധോനിയുടെ ക്ലോസപ്പ് മുഖം കാണിച്ച് ഒരുമാതിരി വളിച്ച മുഖം പോലെ ഇങ്ങനെ ഇരിപ്പുണ്ട്. ഇഷ്ടപ്പെടുന്നില്ല. കാരണം സാധാരണ എത്ര റണ്ണൊക്കെ ഉണ്ടെങ്കിൽ പിടിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യുന്നതാണല്ലോ. അപ്പം അതുകൊണ്ട് ഇഷ്ടപ്പെടുന്നില്ല. കളി അമ്മമാരെ ജയിക്കുന്നു, പ്ലേ ഓഫ് ഉറപ്പിക്കേണ്ട കളിയായിരുന്നു, അതൊക്കെ തോക്കുന്നു. അപ്പോൾ എല്ലാം ആരാധകർക്ക് വന്ന് നിൽക്കുന്നു, എന്തോ ചെയ്യാനാണ് ഇപ്പോൾ കളിയും തോക്കുക എന്നുള്ളൊരു ഫ്രസ്ട്രേഷനൊക്കെ ആശാനുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത പന്തിൽ ഇതുപോലെ നമ്മുടെ സാംകറിന്റെ തലയുടെ മണ്ടക്കൂടെ ഒരു ബൗൺസർ എറിയുകയാണ്. അത് അമ്പയർ വൈഡ് കൊടുത്തിട്ടില്ല. ധോനിയെ നിർത്തിക്കൊണ്ട് തന്നെ സാംകറൻ അത് റിവ്യൂവിന് കൊടുത്തു. അത് വൈഡാകുന്നു. അത് വൈഡാകുമ്പോഴത്തേനും ധോനിക്ക് അത് സഹിക്കുന്നില്ല. ധോനിക്ക് അത് സഹിക്കാതെ തേടമ്പയർ ഔട്ട് വിധിച്ചൊരു സംഭവം ആര് വന്ന് ഇടപെട്ടിട്ട് പിന്നീട് മാറ്റിയ ചരിത്രം എൻ്റെ അറിവിൽ ഞാൻ കണ്ടിട്ടില്ല. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ഒന്ന് കമന്റ് ചെയ്ത് പറയാം. അതെൻ്റെ തെറ്റാണെങ്കിൽ എന്നോട് ക്ഷമിക്കാം. പക്ഷെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടേ ഇല്ല. തേടമ്പയർ ഒരു ഇത് കൊടുത്തതിന് ശേഷം അതിനെ ചലഞ്ച് ചെയ്ത് അതിനെ വന്ന് തിരുത്താൻ നോക്കിയിട്ട് അത് തിരുത്തിയിട്ടുള്ള സംഭവം ഇല്ല. അപ്പോൾ ധോനി അവിടെ മാസ് കാണിക്കും. അപ്പം അവിടെ ബൗൺസ് എറിഞ്ഞപ്പോഴത്തേനും അവിടെ സാംകറൻ ഇച്ചിരി മുട്ടുമടങ്ങിയാണ് നിന്നത്, തല ഇങ്ങനെ കുനിച്ചാണ് നിന്നത്. അതുകൊണ്ട് അത് വൈഡ് കൊടുക്കാൻ പറ്റത്തില്ല എന്നുള്ള കാര്യത്തിൽ ധോനി അവിടെ ഒരു ഒരു ചലഞ്ച് അല്ലെങ്കിൽ ആ ഒരു സംഭവം ഇങ്ങനെ കാണിക്കുകയാണ്. എന്താണ്, കളി തോക്കുവാണെങ്കിൽ തന്നെ അക്സെപ്റ്റ് ചെയ്യ്. കളി തോക്കാറായി, ആ ഒരു വൈഡ് പോയാലും പോയില്ലെങ്കിലും ഓവറുകൾ ഇഷ്ടംപോലെ ബാക്കി കിടക്കുക. വെറുതെ കിടന്ന് അളിയാതെ അങ്ങ് അക്സെപ്റ്റ് ചെയ്യണം. അല്ലാണ്ട് ഈ കിടന്ന് എന്തിനാണ് ഇങ്ങനെ ഓരോന്ന് കാണിക്കെടുക്കുകയൊക്കെ ചെയ്യുന്നത്? 6 മത്സരങ്ങളിൽ നോട്ട് ഔട്ട് ആയിട്ടുണ്ട്. അപ്പം അത് ആ ഒരു റെക്കോർഡ് എനിക്ക് നിർത്തണം. ഞാൻ അതെൻ്റെ ആരാധകരൊക്കെ മാസാക്കി കൊണ്ടാടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഔട്ടാകാനേ പാടില്ല എന്നുള്ളൊരു രീതി അതും എന്തായാലും അങ്ങ് തീർന്നു. അവസാനം ബോൾ റണ്ണൗട്ടായിട്ട് കയറിപ്പോയി. പണ്ടത്തെ പോലെ ഓടാനൊന്നും കഴിയാത്തതുകൊണ്ടായിരിക്കും. പിന്നെ കീപ്പിങ്ങിലായതുകൊണ്ട് അധികം ഓടേണ്ട സാഹചര്യമൊന്നുമില്ല. ഫീൽഡിലോട്ടൊക്കെ ഇറങ്ങണം, കിടന്ന് മുക്കുന്നതാണ് നമുക്ക് അന്നേരം. അപ്പം ഇവിടെ ഈ ഓടാൻ കഴിയാത്തതുകൊണ്ടാണോ? ഓടാൻ പറ്റുന്നവനാണെങ്കിൽ എന്തുകൊണ്ട് ആ ഒരു മിച്ചൽ ഓടി വന്നിടത്ത് അവന് 2 ഓടിക്കൂടാ? കാരണം ഇവിടെ ബോളറിന്റെ എൻഡിലോട്ടാണ് ഏറ്റവും അടുത്ത് നിൽക്കുന്നത്. അപ്പോൾ എറിയുന്ന എന്തായാലും ഈ ബോളറിന്റെ എൻഡിലോട്ടേ വരത്തുള്ളൂ. അവിടെ വന്ന മിച്ചൽ അവിടെ പോയി ക്രീസിൽ കുത്തിയിട്ട് തിരിച്ച് അവനും ഇവിടെ സേഫായിട്ട് കയറാൻ പറ്റി. അപ്പോൾ ധോനിക്ക് എന്തുകൊണ്ട് ഇവിടുന്ന് അപ്പുറത്ത് സൈഡിലോട്ട് ഓടി കയറാൻ പറ്റത്തില്ല? അവന് വലിയ ഓടുന്ന സംഭവമാണെങ്കിൽ പ്രായമായെങ്കിൽ വീട്ടിൽ പോയിരിക്കണം. അല്ലാണ്ട് ഇങ്ങനെ ചുമ്മാ ആരാധകരുണ്ടെന്ന് പറഞ്ഞിട്ട് മാസ് കാണിക്കാനായിട്ട് ഇങ്ങനെ കിടന്ന് ഇങ്ങനെ വന്ന് കളിയേണ്ട ഒരു ആവശ്യമില്ല. ധോനി ആരാധകർ വന്നിട്ട്, അതായത് മൂഢന്മാരായിട്ടുള്ള ആരാധകർ, കാരണം തലയ്ക്കകത്ത് ധോനി എന്നുള്ള ഇത് വന്നിട്ട് ശരി ഏതാ തെറ്റേതാന്ന് അറിയാണ്ട് കിടന്ന് ചിലയ്ക്കുന്ന ആരാധകരുണ്ടല്ലോ. നല്ല ആരാധകരുണ്ട്, ഞാൻ ഇല്ലെന്ന് പറയില്ല. പക്ഷെ അങ്ങനെ അവിടെ ചിലയ്ക്കുന്ന ആരാധകരുണ്ടല്ലോ, അവരോടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ എത്ര സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഈ കാണിക്കുന്നതൊക്കെ തിണ്ണമെടുക്കുന്നൊക്കെ നമ്മൾ പറയും. ഇതെൻ്റെ സ്ഥലമാണ്, ഇതെൻ്റെ ഏരിയ ആണ്, അതുകൊണ്ട് ഞാനിവിടെ അതത്ര നല്ല കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.